ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. കേരളവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചില വിഷയങ്ങൾ തന്നെയാണ്. നമ്മളുടെ കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒരു ചെറുതായൊന്ന് പ്രതിപാദിക്കാൻ പോകുന്നത്. 2024-25 സാമ്പത്തിക വർഷം തീരാൻ പോവുകയാണ്. അപ്പോൾ മാർച്ച് 31 ഈ സാമ്പത്തിക വർഷം തീരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കേരളത്തിന് പലതരത്തിലുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടി നമ്മൾ ഇവിടുന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നമ്മുടെ ഗവർണർ, അതുപോലെ KV തോമസ് എല്ലാവരുടെ ന്യൂഡൽഹി പോയി കേരള ഹൗസിൽ നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തുകയും കേരളത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം പിന്നെ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യണ്ടേ. അപ്പം 12,000 കോടി രൂപയുടെ കൂടെ കടമെടുക്കാനുള്ള സാധ്യത. ഇത് നമ്മളെ ഒരു സംസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ, സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഏത് രാജ്യമായാലും സംസ്ഥാനമായാലും കേരളത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. കാരണം വരുമാനം വളരെ കുറവുള്ള ഒരു സംസ്ഥാനമാണ്. വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ അതിനകത്തിൽ നമുക്ക് വലിയ ശ്രദ്ധകളൊന്നുമില്ല. വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സേഷൻ, കൂടുതൽ നികുതി വരുമാനങ്ങൾ ലഭിക്കണം. നികുതി വരുമാനങ്ങൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക മേഖലയെ കൂടുതൽ ഉത്തേജിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനകത്തിലൊരു ഉണർവ് അല്ലെങ്കിൽ മികവൊക്കെ ഉണ്ടെങ്കിൽ, കൂടുതൽ ബിസിനസ്സുകൾ അല്ലെങ്കിൽ കച്ചവടങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നികുതിയിൽ നിന്നും വരുമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒന്നത്. പിന്നെ രണ്ട്, നമ്മളുടെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചിലവുകൾ. ആ ചിലവുകളൊക്കെ തന്നെ ഒത്തിരി അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ചിലവുകളുണ്ട്. കാരണം വോട്ട് ബാങ്കിൻ്റെ പേരിലും വെറും പൊളിറ്റിക്സിൻ്റെ പേരിലും ഒക്കെ തന്നെ ചിലവഴിക്കുന്ന ഒത്തിരി പിന്നെ സമ്പത്തുകളുണ്ട്. അപ്പം അതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോഴും വരുമാനം കുറയുമ്പോഴൊക്കെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് നേരിടുന്നത്. സംസ്ഥാനത്തിന് മാത്രമല്ല, രാജ്യത്തിനായാലും പ്രശ്നം ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ, അതിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ ഒന്നുകിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം. ഈ രണ്ട് പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ്റുകളുടെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നഷ്ടക്കച്ചവടമൊന്നുമില്ല. പക്ഷേ എന്താണ് ഡെഫിസിറ്റ്. ഇപ്പം ഒരു ഗവൺമെൻറ്റിൻ്റെ, അത് കേന്ദ്രത്തിൻ്റെ ആയാലും ശരി സംസ്ഥാനത്തിൻ്റെ ആയാലും ശരി, വരുമാനം കുറയുകയും ചിലവ് കൂടുകയും ചെയ്യുമ്പോൾ അതിനെ നഷ്ടമെന്നല്ല വിളിക്കുന്നത്, ഡെഫിസിറ്റ് എന്നേ വിളിക്കത്തുള്ളൂ. കമ്മി, ബഡ്ജറ്റ് കമ്മി എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ. അവിടെ നഷ്ടം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നഷ്ടക്കച്ചവടമാണ്, സ്ഥിരമായി നഷ്ടക്കച്ചവടമാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് സ്ഥിരമായി നഷ്ടത്തിലോടുമ്പോൾ തീർച്ചയായിട്ടും കുറേ കാലം കഴിഞ്ഞിട്ട് അത് കമ്പനി അടച്ചു പൂട്ടുക അല്ലെങ്കിൽ ബിസിനസ് നിർത്തുക എന്നുള്ളൊരു പ്രക്രിയയിൽ കൂടെ മാത്രമേ അതിനെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഗവൺമെൻറ് ആയതുകൊണ്ട് ഗവൺമെൻറ് ഒന്നുകിൽ ബിസിനസ് മറ്റാരിൽ ഏറ്റെടുക്കും, അല്ലെങ്കിൽ അത് അടച്ചുപൂട്ടും. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ബിസിനസ് ലോകത്ത് കാണുന്നത്. ഒരു കമ്പനി നഷ്ടമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീണ്ടും ലോൺ എടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെയും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിന് ലോൺ എടുക്കാൻ സാധിക്കത്തില്ല. ഇനി ലോൺ എടുക്കുകയാണെങ്കിൽ തന്നെ ബിസിനസ്സിന് കൂടുതൽ മെച്ചമൊന്നുമില്ലെങ്കിൽ വീണ്ടും അത് വലിയ അബദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്കോ. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയമില്ല. ലോകത്തൊരു സർക്കാരിനും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ഒരു സർക്കാരും ഈ നഷ്ടക്കച്ചവടത്തിൻ്റെ പേരിൽ പൂട്ടിയിട്ടുള്ളതായിട്ട് ഇല്ല, അടച്ചു പൂട്ടിയിട്ടുള്ളതായിട്ട് നമ്മളൊരിടത്തും വാർത്തകൾ കേട്ടില്ല. അത് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരായാലും ശരി, വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളായാലും ശരി, ലോകത്തുള്ള ഏത് രാജ്യമായാലും ശരി. ഇപ്പോൾ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പക്ഷേ പാകിസ്ഥാൻ അടച്ചുപൂട്ടിട്ടില്ലല്ലോ തീർച്ചയായും. അല്ല, പാകിസ്ഥാന്റെ ഗവൺമെന്റ് അടച്ചുപൂട്ടില്ല. ആൾക്കാർ ഭരണം മാറും, പക്ഷേ സർക്കാർ എന്ന് പറയുന്ന സംവിധാനം അവിടെ സ്ഥിരമായിട്ടുണ്ട്. അപ്പം ഇവിടെ ഗവൺമെന്റ് എന്നുള്ളൊരു പിന്നെ സംവിധാനമായതുകൊണ്ടാണ് ഇത്രയും പിന്നെ എന്താണ് പറയുന്നത്, കെടുകാര്യസ്ഥതയും ഈ പറഞ്ഞ ഉത്തരവാദിത്തമില്ലായ്മയൊക്കെ. കാരണം ഏത് രീതിയിലും എവിടുന്നും
സമ്പത്ത് അല്ലെങ്കിൽ ഫൈനാൻസ് അറേഞ്ച് ചെയ്യാം, കേന്ദ്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള ഇങ്ങനെയുള്ള വിഹിതവും അല്ലെങ്കിൽ ഈ പറഞ്ഞ കടമെടുപ്പിനുള്ള ശേഷിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കേരളത്തിനാകെ കിട്ടുന്നത് വളരെ പരിമിതമായിട്ടുള്ള നികുതി വരുമാനമാണ്. പിന്നുള്ളത് NRIസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ചില റെമിറ്റൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളുടെ വർദ്ധിച്ചു വരുന്ന ചിലവുകളെ നേരിടാൻ പര്യാപ്തമല്ല. അപ്പോൾ ആ വർദ്ധിച്ചു വരുന്ന ചിലവുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചിലവ് ചുരുക്കൽ പരിപാടി എന്നുള്ളത് ഒരു സർക്കാരിൻ്റെയും സമയത്ത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പിന്നെ ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം രാഷ്ട്രീയമായിട്ട് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചിലവുകളും കൂടുതൽ ദുർച്ചെലവുകളും മാത്രമേ എവിടെയും സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഓരോ സംസ്ഥാനത്തിൻ്റെയും, പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ചിലവുകൾ കൂടുന്തോറും നമ്മുടെ കടങ്ങളും സാമ്പത്തിക ബാധ്യതകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ടീം കേന്ദ്രത്തിലേക്ക് പോയിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു എന്നുള്ളൊരു വാർത്ത നമുക്ക് കേൾക്കുവാൻ അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഗവർണറും ഇതിനകത്തിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേന്ദ്രവുമായിട്ട് 6,000 കോടി രൂപ എടുക്കാൻ പരിഗണനയിലുണ്ട്. അതുപോലെ 12,000 കോടി രൂപയുടെ കടമെടുക്കുവാനും ഇത് അനുവാദം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇളവുകളൊക്കെ നൽകാം എന്ന് നമ്മളുടെ കേന്ദ്ര ധനകാര്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിക്കും ടീമിനും ഉറപ്പ് കൊടുത്തു. അപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ അതൊരു മാറ്റമാണ്. കാരണം നേരത്തെ മുഹമ്മദ് ആരിഫ് ഖാൻ ഇരുന്ന സമയത്ത് നമുക്കറിയാം പിണറായി സർക്കാരുമായിട്ട് ഇന്നും കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അന്ന് അദ്ദേഹം ഇതുപോലെ ഉള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറാകുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഗവർണറെ അല്പം കൂടെ അനുനയത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേ അദ്ദേഹം നേരത്തെയുള്ള മുൻ ഗവർണറെക്കാളിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ്, ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ആറ്റിറ്റ്യൂഡാണെന്നുള്ളത് നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 12,000 കോടി രൂപ മാർച്ച് മാസം സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ്. ഒത്തിരി ചിലവുകൾ, ഒത്തിരി ഫണ്ട് ഗവൺമെൻറ് റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി കടം ചോദിക്കാൻ വേണ്ടിയാണ് കേന്ദ്രത്തിലേക്ക് പോയത്. അപ്പം അതിന് 12,000 കോടി രൂപയുടെ കടം എടുക്കാൻ ഏകദേശം പെർമിഷനായിട്ടുണ്ട്. അതിന് കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടിയാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും അതുപോലെ തന്നെ KV തോമസ് നമ്മുടെ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ആണല്ലോ ഡൽഹിയിലുള്ള ആൾ. അപ്പോൾ ഇവർ 3 പേരോടാണ് കേന്ദ്രമന്ത്രിയെ കണ്ടത്. അപ്പം കടമെടുപ്പിന് അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കടപ്പത്രങ്ങൾ, ബോണ്ട് ഈ മാസം 18-ന്, അതായത് നാളെ ഗവൺമെൻറ് പുറത്തിറക്കും എന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഏത് ഇനത്തിലാണ് ഈ 12,000 രൂപ അനുവദിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഇതുവരെയില്ല. അപ്പം വായ്പ എടുക്കാൻ വേണ്ടിയുള്ള അനുവാദം, പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനെ ഏത് വകുപ്പിലാണ് ഈ വായ്പ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അറിവൊന്നും ലഭിച്ചിട്ടില്ല. ഇപ്പം കേരളത്തിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട വൈദ്യുതി പരിഷ്കാരങ്ങളുടെ പേരിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ടോട്ടൽ GDP-യുടെ 0.5% വായ്പ എടുക്കാമെന്നൊരു വ്യവസ്ഥയുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള. അപ്പോൾ അതനുസരിച്ച് 5,500 കോടി രൂപ വായ്പ എടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്നാണ് കേരളം പറയുന്നത്. അതായത് എല്ലാ സ്റ്റേറ്റിനും അവരുടെ മൊത്തം സ്റ്റേറ്റ് GDP-യുടെ 0.5% ഈ വൈദ്യുതി പരിഷ്കാരങ്ങൾക്ക് വേണ്ടി, ഇലക്ട്രിസിറ്റി ഉൽപ്പാദനവും അല്ലെങ്കിൽ വിതരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആ മേഖലയിലുള്ള പരിഷ്കാരങ്ങൾക്ക് വേണ്ടി സ്റ്റേറ്റ് GDP-യുടെ 0.5% കടമെടുക്കാൻ, വായ്പ എടുക്കാനുള്ള വ്യവസ്ഥയുണ്ട്. അതനുസരിച്ചാണ് 5,500 കോടി രൂപ കിട്ടാനുള്ള അർഹതയുണ്ട്. അപ്പോൾ എവിടെ നിന്നെല്ലാം ലാക്കാക്കാമോ, ഏതെല്ലാം രീതിയിൽ ലാക്കാക്കാമോ അതെല്ലാം നോക്കിയിട്ടാണ് അങ്ങോട്ട് പോകുന്നതല്ല. കാരണം ഇവിടെ ഭരിക്കാൻ ഇരിക്കുകയാണ്. പക്ഷേ
ഭരണ നൈപുണ്യം കൊണ്ടാണല്ലോ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ഈ ഒരു ഞാൻ രാഷ്ട്രീയ വ്യക്തിയെ കുറിച്ച് പറയല്ല, ഇവരുമാര് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ വന്നു കഴിഞ്ഞാലും മറ്റവരുടെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ വിളിക്കുന്ന ആൾക്കാർ. കാരണം മറ്റവരുണ്ടാക്കി വെച്ചിട്ടുള്ള കടത്തിന്റെ പിന്നാലെയാണ് ഇവർ ഉണ്ടാക്കി വെക്കുന്നത്. ഇനിയിപ്പം നാളെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഭരണത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ചെയ്യാൻ കഴിയുന്നതും അവർ ചെയ്യുന്നതും ഒക്കെ തന്നെ ഇത് തന്നെ ആയിരിക്കും. ഇതിൽ കൂടുതൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല എന്നല്ല ഇപ്പം. അല്ല, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല. അപ്പം ഭരണത്തിൽ ഇരിക്കുകയാണ്. ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഇത്രയും വർഷങ്ങൾ ഭരണത്തിലിരുന്നിട്ടും നമുക്ക് തീർച്ചയായിട്ടും മെച്ചപ്പെട്ട ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മാറ്റങ്ങൾ തീർച്ചയായിട്ടും അവരുടെ മാത്രം ആം, സവിശേഷതകളുണ്ടോ ഗുണങ്ങളുണ്ടോ ഒന്നുമല്ല. പക്ഷേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ വളരെ കാര്യമായിട്ടുള്ള വളർച്ചയും പിന്നെ ഡൈവേഴ്സിഫിക്കേഷനും ഒന്നും ഇല്ലാതെ സംസ്ഥാന ഗവൺമെന്റിന് വരുമാനം ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരികയും കൂടുതൽ ബിസിനസ് പൊട്ടൻഷ്യൽസിനെ നമുക്ക് വളർത്തിയെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അപ്പം വരുമാനം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ നികുതി വരുമാനം കുറയുന്നു പറഞ്ഞത്. അപ്പം നികുതി വരുമാനം കുറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് സംസ്ഥാനത്തിൻ്റെ ചിലവുകൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിലവുകളെ നമുക്കിപ്പോൾ സ്വന്തമായിട്ട് നോട്ട് പ്രിന്റ് ചെയ്യാനും സാധിക്കത്തില്ല. ഏതാ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി കറൻസി പ്രിന്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന വലിയ വിടവ് നികത്താൻ വേണ്ടി ആദ്യം പോയി സമീപിക്കേണ്ടത് കേന്ദ്രത്തിനെയാണ്, ഏത് സംസ്ഥാനമായാലും ശരി. അപ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതങ്ങളുണ്ട്, ന്യായമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള വിഹിതങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും കാലാകാലങ്ങളിലും യഥാസമയം കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. കൊടുക്കണമെന്ന് വ്യവസ്ഥകളുണ്ട് പലതും, പക്ഷേ കൃത്യമായ സമയത്ത് കേന്ദ്രം കൊടുക്കാറില്ല. പല പരിഗണനകൾ അവർ കണക്കിലെടുത്തിട്ടാണ് അവർ തീർച്ചയായിട്ടും ഫണ്ടുകൾ പല സംസ്ഥാനങ്ങൾക്കും റിലീസ് ചെയ്യുന്നത്. അപ്പം അതിനൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള റീസൺസോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആകെയുള്ള ആശ്രയം കേന്ദ്ര സംവിധാനമാണ്. അപ്പോൾ കേന്ദ്രത്തിന് അതിൻ്റെ ആയിട്ടുള്ള പരിമിതികൾ ഒത്തിരിയുണ്ട്. കാരണം നമ്മൾ പറയുന്ന പോലെ കേന്ദ്രത്തിൻ്റെ കയ്യിൽ ഏത് പാർട്ടി ഭരിക്കുമ്പോഴാണെങ്കിലും ശരി, നമ്മുടെ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ കേന്ദ്രത്തിന് അധികാരമുള്ളത് കൊണ്ട്, ഇപ്പോൾ കറൻസി പ്രിന്റ് ചെയ്യാനുള്ള അധികാരമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെയുള്ള ചില സാധ്യതകൾ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ കേന്ദ്രത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചപ്പെട്ടൊന്നുമില്ല. അത് വരുമാനം കുറവും ചിലവ് കൂടുതലും തന്നെയാണ് കേന്ദ്രത്തിൻ്റെ എപ്പോഴും എല്ലാ കാലത്തും. പക്ഷേ കേന്ദ്രത്തിന് സോവറൻ പവർ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് പല കാര്യങ്ങൾ വെളിയിലുള്ള രാജ്യങ്ങളിൽ നിന്നോ വെളിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ അവർക്ക് കടമെടുക്കാം. വെളിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ വെളിയിലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒക്കെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം അഭ്യർത്ഥിക്കാം. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് അത് പറ്റത്തില്ല. സംസ്ഥാനങ്ങൾക്ക് വെളിയിൽ നിന്ന് സഹായം കിട്ടണമെങ്കിൽ തന്നെ അത് കേന്ദ്രത്തിൻ്റെ അനുമതി ഇല്ലാതെ ഒരിക്കലും അത് ലഭിക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ 0.5% 5500 കോടി കിട്ടാനുള്ള അർഹതയുണ്ടെന്നാണ് പോയി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് 6000 കോടി രൂപ കൂടി അനുവദിക്കണമെന്നും കേരളം ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഇനത്തിലാണ് ഇത് ഉൾക്കൊള്ളിക്കാൻ പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ വിവരമില്ല. അപ്പോൾ ഈ വർഷം മൊത്തം നടപ്പ് സാമ്പത്തിക വർഷത്തെയാണ്. 2003 ധന ഉത്തരവാദിത്ത ബജറ്റ് നിർവഹണ നിയമമുണ്ട്. അപ്പം അതനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് അവരുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ, അതായത് GDP-യുടെ, സ്റ്റേറ്റ് GDP-യുടെ 3% മാത്രമേ കടമെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിന് 40,000 കോടി രൂപയിൽ താഴെ മാത്രമാണ് കടമെടുക്കാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ GDP-യുടെ 3% 40,000-ൽ താഴെ എത്തത്തുള്ളൂ. പക്ഷേ ഈ ഓണക്കാലത്ത് ഈ പറഞ്ഞ അധിക ചെലവുകളാണ് പരിഗണിച്ചിട്ട് 4200 കോടി രൂപ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ 12,000 കോടി രൂപയുടെ ചേർക്കുമ്പോൾ ഈ നടപ്പ് കറണ്ട് ഫിസിക്കൽ ഇയറിൽ മൊത്തം കടം 54,237 കോടി രൂപയാകും.
40,000 താഴെ കടമെടുക്കാനുള്ള അർഹതയുണ്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ. പക്ഷേ കടം 54,237 കോടി രൂപയായി. അതുപോലെ ടോട്ടൽ കടം, സഞ്ചിത കടം 4.81 ലക്ഷം കോടി രൂപയാണ്. ഒരു ചെറിയ സംസ്ഥാനത്തിന്റെ കടമാണ്. അതുപോലെ 4.81 ലക്ഷം കോടി രൂപ. ഈ മാസം 11-ാം തീയതി 605 കോടി രൂപ കേരളം കടമെടുത്തിരുന്നു എന്ന വാർത്ത നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 605 കോടിക്ക് കൂടി അനുമതി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വന്നതാണ്. അപ്പോൾ മൊത്തം കടം 4,81 ലക്ഷം കോടി രൂപ, 4,81,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം. ചെറിയ സംസ്ഥാനത്തിൻ്റെ കടമാണ്. അപ്പോൾ ഈ ഇത്രയും കടമെടുപ്പിൽ കൂടെ നമ്മൾ എന്താണ് സാധിച്ചെടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു വൈറ്റ് പേപ്പർ ആരെങ്കിലും തയ്യാറാക്കുകയാണെങ്കിൽ, ഒരു ധവളപത്രം ആരെങ്കിലും നമ്മളുടെ മിനിസ്റ്റേഴ്സ്, MLA-മാരോ വല്ലതും, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഒന്ന് പഠനം നടത്തിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ ഭൂരിഭാഗവും പിന്നെ എന്താണ് പറയുന്നത്, വെറുതെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ പറയുന്നത്. കാരണം ഇവിടുത്തെ പെൻഷൻ സാലറി ഉള്ളവർക്ക് കൊടുക്കണം. കാരണം അവരെ തീർച്ചയായിട്ടും ഗവൺമെൻറ് സെക്ടറിലേക്ക് എംപ്ലോയ് ചെയ്തുകൊണ്ടാണല്ലോ അവർക്ക് പെൻഷനും സാലറിയും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ജോലിയിലുള്ള ആൾക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഗവൺമെൻറ്റിന് ചെലവ് ചുരുക്കുന്നതിന് വേണ്ടി കൂടുതൽ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ഗവേണൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെലവുകൾ, കാരണം ഇന്ന് നമുക്കറിയാം, ഇന്ന് വളരെ അത്യാധുനികമായിട്ടുള്ള സോഫ്റ്റ്വെയറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ തന്നെ നമുക്ക് ലഭ്യമായൊരു കാലയളവിൽ തീർച്ചയായിട്ടും ഈ മാൻ പവർ പ്രൊഡക്ഷൻ നടത്തുകയും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ആ മേഖലകളിലെ ജോലികൾ നമുക്ക് ബെറ്റർ ആക്കാൻ സാധിക്കുന്ന തരത്തിലൊക്കെ ഈ ടെക്നോളജിയൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ചിലവുകൾ കുറയ്ക്കാൻ സാധിക്കും. നമ്മളുടെ എഫിഷ്യൻസിയൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കും, കോസ്റ്റുകൾ കുറയ്ക്കാൻ സാധിക്കും. കാരണം ടെക്നോളജി അതിനു വേണ്ടിയാണല്ലോ ലോകത്ത് ഉണ്ടാകുന്നു പറഞ്ഞല്ലോ. അപ്പം നമ്മളതിനെ കൂടുതൽ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും, ഈ പറഞ്ഞൊരു പ്രത്യേകിച്ച് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും ഈ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ KSRTC പോലുള്ള ബസ്സുകളിൽ ഇപ്പം നമ്മൾ വെളിരാജ്യങ്ങളിലൊക്കെ കാണുന്നത് എന്താണ്, അവിടെ ഡ്രൈവർ മാത്രമേ ഉള്ളൂ, കണ്ടക്ടറും ക്ലീനറും ഒന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അവിടുത്തെ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ ബസ്സിൽ അല്ലെങ്കിൽ മെട്രോയിലൊക്കെ ഉള്ള കാർഡ് പോലെ തന്നെ കാർഡുകൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബസ്സിനകത്തിൽ അതുപോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചിലവുകൾ ചുരുക്കാവുന്നതാണ്. അങ്ങനെ ഓരോ മേഖലയിൽ നമ്മൾ ഇതുപോലുള്ള ഇന്നവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് പകരം നമ്മൾ ഇപ്പോഴും വീണ്ടും മാറാതെ മാറുവാണെങ്കിൽ തന്നെ വളരെ ഉച്ച കഴിയുന്ന വേഗത്തിൽ മാത്രം നമ്മൾ മാറുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഈ പറഞ്ഞ ബാധ്യതകളൊക്കെ ഉണ്ടാകുന്നതാണ്. കാരണം ഈ മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് മാറ്റങ്ങൾ ഉണ്ടാണെങ്കിൽ ഗവൺമെൻറ്റിൽ ഭരിക്കാനിരിക്കുന്നവരും അതുപോലെ തന്നെ അവരെ ബാക്കിയുള്ള ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചറും എല്ലാം തന്നെ എഫിഷ്യൻസിയിലും എഫിഷ്യൻ്റായിട്ടും ഒക്കെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ സിസ്റ്റത്തെ റൺ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരും അതിന് താല്പര്യമുള്ളവരൊക്കെ ആയിരിക്കണം. അപ്പോൾ ലോകത്ത് നിന്ന് നമുക്കറിയാം ടെക്നോളജി വളരെ അധികം ലഭ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ വളരെയധികം കടന്നുകയറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പല മേഖലകളിലും നമുക്കിത് പരീക്ഷിക്കുകയും അല്ലെങ്കിൽ നമുക്ക് നടപ്പിലാക്കുകയും ചിലവുകൾ കുറയ്ക്കുകയും നമ്മളുടെ എഫിഷ്യൻസിയൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കും. പക്ഷേ അതിന് പകരം ഇപ്പോഴും നമ്മൾ വീണ്ടും ആ പഴയ പദ്ധതിയിൽ തന്നെ പഴയ സംവിധാനങ്ങൾ തന്നെ വെച്ച് പുലർത്തിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയായതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ബാധ്യതകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ഈ മാസത്തെ ചിലവുകൾക്ക് 24,000 കോടി രൂപയിലധികം വേണ്ടി വരും. ഇപ്പം 12,000 കോടി രൂപ കടമെടുക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മാർച്ചിലെ ചിലവുകൾ പൂർണ്ണമായിട്ട് നടത്തുവാൻ ഈ ഒരു തുക മതിയാവില്ല. സാമൂഹ്യ പെൻഷൻ്റെ വിതരണത്തിന് 8,820 കോടി രൂപ, അതുപോലെ തന്നെ കരാറുകാരുടെ കുടിശ്ശിക ഇനത്തിൽ 3,000 കോടി, പ്ലാൻ ഫണ്ടിലേക്ക് 7,500 കോടി രൂപ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായില്ല. അതുപോലെ തന്നെ KSFE, ബീവറേജ് കോർപ്പറേഷൻ എന്നിവയിൽ നിന്നൊക്കെയുള്ള ധനസമാഹരണം നടത്താൻ, അതുപോലെ പൊതുമേഖല കേരളത്തിൻ്റെ
സ്റ്റേറ്റ് PSUs ഉണ്ടല്ലോ, പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്. അപ്പോൾ ആ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയുള്ള നീക്കിയിരിപ്പൊക്കെ എന്തെങ്കിലും എല്ലായിടത്തു നിന്നും കൈയിട്ട് വാരി എടുത്താൽ മാത്രമേ ഈ മാസത്തെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് മാത്രമേ തീർച്ചയായിട്ടും ഈ വണ്ടി ഓടിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കപ്പൽ ഓടിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ സ്വന്തം പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം നമ്മളുടെ കഴിവ് കൊണ്ട് സംസ്ഥാനത്തെ കാര്യങ്ങൾ റൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നതോറും ആവശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ആവശ്യങ്ങൾ കൂടി വരുമ്പോൾ ഈ ചെലവുകൾ അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടുന്നതാണോ അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ചെലവുകളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അതിന് പകരം ഇവിടെ നമുക്ക് സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആയതുകൊണ്ടും എല്ലാം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങളായതുകൊണ്ടും തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പരിഗണനകളൊന്നുമില്ല. കാരണം വാരിക്കോരി ചിലവാക്കുക വോട്ട് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വോട്ട് ബാങ്കിനെ നിലനിർത്താൻ വേണ്ടിയും, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഈ സോപ്പ് എന്നൊക്കെ നമ്മൾ കണ്ടു, ഗവൺമെൻറ് സോപ്പ് കൊടുക്കില്ല. തമിഴ്നാട്ടിലൊക്കെ അരി കൊടുക്കുന്നവർക്ക് സോപ്പ് നമ്മൾ കുളിക്കുന്ന സോപ്പല്ല, ഇംഗ്ലീഷിൽ സോപ്പ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എന്തെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടി, സുഖിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നതായിരുന്നു സോപ്പ് എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി അനാവശ്യ ചെലവുകളാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 12,000 കോടി എടുത്തതിന് പുറമെ 6,000 കോടി രൂപയുടെ കടമെടുക്കാനുള്ള പരിഗണന ഉണ്ട്. കാരണം കോടികൾ കടമെടുക്കുക, വീണ്ടും എടുക്കുക, ഇവിടുത്തെ കടമെടുപ്പിന്റെ ഒരു രാഷ്ട്രീയമാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുക. കടമെടുപ്പിന്റെ മാത്രം ഒരു രാഷ്ട്രീയമാണ്. ഈ ഫൈനാൻസ് എങ്ങനെ റൺ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടമെടുത്താണ് ഫൈനാൻസ് റൺ ചെയ്യുന്നത്, ഗവൺമെന്റിന്റെ. അപ്പോൾ ഈ 12,000 കോടിക്ക് പുറമെ 6,000 കോടിയും കൂടെ കടമെടുക്കാനുണ്ട്. അതിനുള്ള പരിഗണന ആണ്, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇതുവരെ കേന്ദ്രം തടഞ്ഞു വെച്ചിരുന്ന പല ഫയലുകൾക്കും ഒരു വേഗത കൂടിയത്. അതിനാണല്ലോ ഗവർണറെ കൂടെ കൊണ്ടുപോയത്. കാരണം ഗവർണറിൻ്റെ നമ്മുടെ ആരാണ് ഗവർണർ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പതിവില്ലാത്ത രീതിയിൽ ഗവർണറിനെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ളൊരു കാര്യമല്ല അതെന്നാണ് പറയുന്നത്. അപ്പം ഗവർണറോട് എന്തുകൊണ്ട് പോയി, ഗവർണർ ആരാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഫയലുകളൊക്കെ ഇത്രയും വേഗത്തിൽ നീങ്ങിയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എവിടെയും പൊളിറ്റിക്സ് ഉണ്ടല്ലോ, നമുക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല. പൊളിറ്റിക്സ് പറയാൻ ഞാൻ ആളല്ല, അല്ലെങ്കിൽ പൊളിറ്റിക്സ് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ എവിടെയും പൊളിറ്റിക്സ് ഉണ്ടല്ലോ. പൊളിറ്റിക്സ് ഇല്ലാതെ ഒരിക്കലും കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തില്ല. എല്ലാത്തിൻ്റെയും പിന്നാമ്പുറത്ത് പൊളിറ്റിക്സ് ആണല്ലോ. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. ഫയലുകൾ വേഗത്തിൽ നീങ്ങുന്നതും പൊളിറ്റിക്സിന്റെ ഭാഗമാണ്, ഫയലുകൾ തടഞ്ഞു വെക്കുന്നതും പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം സുപ്രീം കോടതിയിൽ കേരളം പോകുന്നു കേന്ദ്രത്തിനെതിരാണല്ലോ. അപ്പം സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഏറ്റവും ഫൈനൽ ഗഡു 13,500 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത്. അപ്പം കേന്ദ്രം കേരളത്തിനെ സുപ്രീം കോടതി വരെ കൊണ്ടെത്തിച്ചു. അപ്പം അതെല്ലാം പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഡിലേ ചെയ്യുന്നതായിരിക്കാം. പൊളിറ്റിക്സ് ഉണ്ടാവണമല്ലോ തീർച്ചയായിട്ടും നമ്മൾ. പക്ഷേ ഇപ്പോഴത്തെ ഗവർണർ പുള്ളി ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരു കോൺഫ്രണ്ടേഷൻ്റെയോ കോൺഫ്ലിക്റ്റ് നമ്മളെപ്പോഴും കണ്ടത് എന്താണ്, ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും ഇവിടുത്തെ സംസ്ഥാന സർക്കാരുമായിട്ട് അടിയായിരുന്നു, ബഹളമായിരുന്നു, വഴക്കായിരുന്നു. പക്ഷേ ഇദ്ദേഹം ചൂടൊരു അനുനയത്തിൻ്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ കൂടുതൽ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കാണുവാനും കേൾക്കുവാനും അറിയുന്നത്. എൻ്റെ ഇവിടെ മീറ്റിങ്ങിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. KV തോമസ് ഉണ്ട്, സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. KV തോമസിൻ്റെ ശമ്പളത്തെക്കുറിച്ചൊക്കെ ഈ അടുത്തിടയ്ക്ക് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ധനകാര്യമന്ത്രി, കേരള ചീഫ് മിനിസ്റ്റർ, ഈ നമ്മളുടെ ഇത് സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് KV തോമസ്, കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഇവർ ആണ് കൂടിക്കാഴ്ച നടത്തുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വയനാട് ഈ പറഞ്ഞ ദുരന്തത്തിന് വേണ്ടി ഉള്ള ഫണ്ടിന് വേണ്ടിയും സ്പെഷ്യൽ ഫൈനാൻസ് പാക്കേജിന് വേണ്ടിയും റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഗവർണറോ ചൂടൊക്കെ മുഹമ്മദ് ഖാനെ അപേക്ഷിച്ച് അല്പം കൂടെ എല്ലാവരെയും
ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പോകണമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പുള്ളി കേരള ഹൗസിൽ ആയിരുന്നു ഈ മീറ്റിംഗ്. കേരള ഹൗസിൽ വെച്ചായിരുന്നു ഈ പറഞ്ഞ ധനകാര്യമന്ത്രിയായിട്ടുള്ള മീറ്റിംഗ്. അവിടെ ചെന്ന് എല്ലാ എം പിമാരെ കാണുകയും എല്ലാവരുടെ ഒരുമിച്ച് ഇന്ന് കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെ ഗവർണർ പറയാം. അതൊക്കെ നല്ല കാര്യം തന്നെ. കാരണം അത് ഗവർണറുടെ ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഇല്ലേ, ഒരു സംസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുക, സംസ്ഥാനത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് നിർത്തി. സംസ്ഥാനത്തിന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എം പിസ് ഉണ്ട്, എം എൽ എസ് ഉണ്ട്. എം എൽ എസ് പറഞ്ഞാൽ എല്ലാ എം എൽ എസും, എല്ലാ പാർട്ടികളുടെയും എം എൽ എ. അപ്പം ഇവരാണ് നമ്മുടെ സംസ്ഥാനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് നിർത്തി സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളെ കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും യുണൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് കേന്ദ്രത്തിനോട്, അതുപോലെ തന്നെ കേന്ദ്രത്തിനോടൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, ഒരു കോൺഫ്രണ്ടേഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം കേരളത്തിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, പുള്ളിയാണ് ഫൈനാൻസിൻ്റെ ഇപ്പോഴത്തെ ചാർജ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരെല്ലാം കൂടെയാണ് നിർമ്മല സീതാരാമനെ മീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ നിർത്തിവെച്ചിരിക്കുന്ന GST കോമ്പൻസേഷൻ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ചില വെട്ടിച്ചുരുക്കിയ ചില ഗ്രാൻസുകളൊക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയൊക്കെ സ്പെഷ്യൽ റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കിതിനകത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കടമെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും കടമെടുത്താൽ മാത്രമേ ഈ മാർച്ച് മാസം നമുക്ക് ഓടിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഇനിയും കടമെടുക്കണം. കടമെടുപ്പ് മുമ്പോട്ട് പോകട്ടെ. അല്ലാതെ കടമെടുക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം കേരളത്തിനില്ല. കാരണം സ്വന്തമായി നമ്മൾ വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇവിടെ ഭരണത്തിലിരിക്കുന്ന ഭരണകർത്താക്കൾക്കും രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഗവൺമെൻറ്റിനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത് അല്പം മെനക്കെട്ട പരിപാടിയാണല്ലോ. ഒരു സമ്പദ് വ്യവസ്ഥയെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. സമ്പദ് വ്യവസ്ഥയെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം അല്ലാത്ത സംവിധാനങ്ങൾ ഉള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 100% അതിനപ്പുറത്ത് ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. കാരണം ലോകത്ത് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് റൺ ചെയ്തുകൊണ്ട്, ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരുന്നാലും ശരി, സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, അവിടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എൻ്റർപ്രണറിയൽ പിന്നെ ഒരു എക്കോണമി ഒന്നും കാണത്തില്ല, ഇല്ലേ? കാരണം അതാണല്ലോ ഒരു രാജ്യത്തിൻ്റെ ബാക്ക് ബോണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം ആയിരിക്കണമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ സോഷ്യലിസ്റ്റ് സിസ്റ്റം എല്ലാം തന്നെ റൺ ചെയ്തുകൊണ്ടിരുന്നത് മറുഭാഗത്തുനിന്ന് ഉള്ള ശക്തമായിട്ടുള്ള സഹായങ്ങളും ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥകളിൽ നിന്ന്. ഇപ്പം നിങ്ങൾ ശരിക്കും പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ പണ്ട് സോവിയറ്റ് യൂണിയനും ചൈനയും അല്ലെങ്കിൽ ഈവൻ ഇന്ത്യ ഒക്കെ തന്നെ, ഇന്ത്യ ഇപ്പോഴും എല്ലാ രാജ്യങ്ങളും എങ്ങനെ റൺ ചെയ്തുകൊണ്ടിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവരെല്ലാം റൺ ചെയ്തുകൊണ്ടിരുന്നുള്ള കാര്യം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഇപ്പോഴും ഇന്ത്യക്കകത്തായാലും പല സംസ്ഥാനങ്ങളും സോഷ്യലിസ്റ്റ് മാതൃകയിൽ റൺ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളം എന്ന് പറയുന്നത്. 100% അല്ല, അതിൽ കൂടുതൽ സോഷ്യലിസ്റ്റ് ഒരു കൺട്രിയാണ്. സോഷ്യലിസ്റ്റ് കൺട്രി ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണ്. കാരണം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി ഇല്ല, മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഇല്ല, എൻ്റർപ്രണറിയൽ എക്കോണമി ഇല്ല, ബിസിനസ് ഒന്നുമേ ഇല്ല. അപ്പോൾ ഇതില്ലാത്തപ്പോൾ തീർച്ചയായിട്ടും വരുമാനം കൂടും. അത് ഇൻഎഫിഷ്യൻസിയുടെ, കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ്. പിന്നെ മോഡേൺ ടെക്നോളജീസ് ഒന്നും അഡോപ്റ്റ് ചെയ്യുന്നില്ല, അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ളൊരു സോഷ്യലിസ്റ്റ് സംവിധാനത്തിൻ്റെ പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ എപ്പോഴും കടക്കണിയിലും ഇതുപോലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും ദുരിതബാധ പ്രദേശങ്ങൾ ഞാൻ പറഞ്ഞ നാച്ചുറൽ കലാമിറ്റിയുടെ അല്ല, ഇതുപോലുള്ള ദുരിതങ്ങൾ, സമ്പദ് വ്യവസ്ഥ മോശമായതിനാൽ ഉണ്ടായിട്ടുള്ള ദുരിതങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ദുരിതബാധിത പ്രദേശം എന്ന് പറയുന്നത്. അതല്ലേ? അപ്പോൾ ഇത് സോഷ്യലിസ്റ്റ് മാതൃകയുടെ ഏറ്റവും പ്രകടമായിട്ടുള്ള ലക്ഷണമായതുകൊണ്ട് അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പം അത് മാറണമെങ്കിൽ തീർച്ചയായിട്ടും മുകളിൽ നിന്ന് അത് മാറണം. മുകളിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ത്യയിലെ കേരളം മാത്രമല്ല, പല സംസ്ഥാനങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് റൺ ചെയ്യുന്നത്. എല്ലാവരുടെയും ധനകാര്യ സ്ഥിതി, സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും കാര്യം എനിക്കറിയത്തില്ല, പക്ഷേ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളും ഈവൻ കേന്ദ്രം വരെ റണ്ണിങ് ഡെഫിസിറ്റാണ്, ബജറ്റ് ഡെഫിസിറ്റിലാണല്ലോ നമ്മൾ ഓടുന്നതെന്നുള്ളത്. പക്ഷേ കേന്ദ്രത്തിന് സുപ്രീം പവറുണ്ട്, നോട്ട് പ്രിന്റ് ചെയ്യാനും കറൻസി പ്രിന്റ് ചെയ്യാനും അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ കടമെടുക്കാനൊക്കെയുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള പവറുണ്ട് ഗവൺമെൻറ്റിന്. നമ്മുടെ സോവറിൻ സ്റ്റേറ്റ് ആണ്, സോവറിൻ
പവർ ഉണ്ടല്ലായിരുന്നു. പക്ഷേ ഒരു സംസ്ഥാനത്തിന് അങ്ങനെ അൺലിമിറ്റഡ് പവറൊന്നുമില്ല. അവർക്ക് എപ്പോഴും കേന്ദ്രത്തിൻ്റെ മുമ്പിൽ പോയി ഇതുപോലുള്ള റിക്വസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ, അതും റിക്വസ്റ്റ് നടത്തുമ്പോൾ തന്നെ പെട്ടെന്ന് ഫണ്ടുകൾ റിലീസ് ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അതിനൊത്തിരി വ്യവസ്ഥകളും അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ചിട്ടുണ്ടോ അല്ല പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതും പൊളിറ്റിക്സും ഒക്കെ കൺസിഡർ ചെയ്താണ് തീർച്ചയായിട്ടും കേന്ദ്രം നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള വിഹിതമാണെങ്കിൽ തന്നെ അത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥ. ഇനിയും ഇവിടുന്ന് കടമെടുക്കാതെ നമുക്ക് ഇപ്പോഴെന്നല്ല, ഇനി അവർ കഴിഞ്ഞ് മറ്റേതെങ്കിലും ഭരണം വരികയാണെങ്കിലും ഏത് തന്നെ ഭരണത്തിൽ വരികയാണെങ്കിലും തീർച്ചയായിട്ടും ഈ കടമെടുപ്പിന്റെ രാഷ്ട്രീയം മുമ്പോട്ട് പോകും. ഇത് തന്നെയായിരിക്കും നമ്മുടെ ഏക ആശ്രയം എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നമ്മുടെ കൈകളിൽ അധികാരമില്ലാത്തതുകൊണ്ട് വെറുതെ വോട്ട് ചെയ്ത് ഒന്നുകിൽ ആൾക്കാരെ മാറ്റാമെന്നല്ലാതെ സംവിധാനത്തെ ചേഞ്ച് ചെയ്യാനുള്ള അധികാരമൊന്നും ജനങ്ങൾക്കില്ല. അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. വോട്ടിംഗ് സമയം വരുമ്പോൾ വോട്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ ഫലം എന്താണോ, ഒന്നുകിൽ നിലനിൽക്കുന്ന ഗവൺമെൻറ് തന്നെ തുടരുന്ന, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരുന്നു എന്നുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് ഇവിടുത്തെ സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. സംവിധാനം അതുപോലെ തന്നെ പിന്തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഈ പൊളിറ്റിക്സ് പറയല്ല, ഇപ്പോൾ ഈ പാർട്ടി മാറി മറ്റൊരു പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും അവർക്കും ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ തന്നെ ഉള്ളൂ. കടമെടുപ്പിൻ്റെ രാഷ്ട്രീയം മുമ്പോട്ട് തന്നെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു ബ്രീഫ് ഓവർവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.